നമസ്കാരം. MK ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പോർക്കളത്തിൽ ഇന്ന് നമ്മൾ സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. AR നഗർ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 3 പുകയൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CK ജാബിറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വാർഡിലെ വിശേഷങ്ങളും സ്ഥാനാർത്ഥി വിശേഷങ്ങളും നമുക്ക് അദ്ദേഹത്തോട് തന്നെ പോർക്കളത്തിലൂടെ അറിയാം. മൂന്നാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഈ പ്രദേശത്തുള്ള ഈ വാർഡ് വിഭജനത്തിൻ്റെ ഒരു പകുതി 65% രണ്ടാം വാർഡിൻ്റെ ഭാഗം, പിന്നെ പഴയ 35% മൂന്നാം വാർഡിൻ്റെ ഭാഗമാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ രണ്ടാം വാർഡിൽ നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട്. 2020-25 കാലയളവിൽ ഈ ഭരണസമിതിയും അതുപോലെ രണ്ടാം വാർഡിൻ്റെ 2,95,00,000 രൂപേൻ്റെ വികസനമാണ് രണ്ടാം വാർഡിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു അംഗൻവാടി പരിപൂർണമായിട്ട് പണി പൂർത്തീകരിച്ചു. ഇനി ഒരു അംഗൻവാടിക്ക് നമുക്ക് സ്ഥലം ഫ്രീ ആയിട്ട് ഒരു വ്യക്തി സ്ഥലം തന്നിട്ടുണ്ട്. ആ സ്ഥലം തന്ന ആ അംഗൻവാടിയിൽ ചില സാങ്കേതിക കാരണത്താൽ നമ്മൾ ചില പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അംഗൻവാടിൻ്റെ പണി മുരടിച്ച് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. സ്ഥലം 3 സെൻറ്റ് സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള നമ്മളെ രണ്ടാം വാർഡ് ഏരിയയായ നമ്മളെ വയലോര ഏരിയയിൽ നമ്മളൊരു ഓപ്പൺ ജിമ്മ് നമ്മൾ കഴിഞ്ഞ ഭരണസമിതിൻ്റെ കാലത്ത് കഴിഞ്ഞ കാലയളവിൽ ഒരു ഓപ്പൺ ജിമ്മിന് നമ്മൾ സ്ഥലം കണ്ടു. അവിടെ ഓപ്പൺ ജിമ്മ് കാഴ്ചവെക്കാൻ ഓപ്പൺ ജിമ്മ് പ്രവർത്തി തുടങ്ങാനുള്ള അവസ്ഥയിൽ അതും ഒരു സാങ്കേതിക തടസ്സം കാരണം അതും നമുക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ ഒരുപാട് 3-4 ഫണ്ടുകൾ നമുക്ക് ഈ കാരണത്താൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ, ജനങ്ങൾക്ക് കിട്ടുന്ന വ്യക്തിഗത ആനുകൂല്യം എല്ലാ രണ്ടാം വാർഡിലെ എല്ലാ മുക്കുമൂലയിലും നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വിജയത്തിന് വാർഡിൻ്റെ 70% രണ്ടാം വാർഡിലും 30% മൂന്നാം വാർഡിൻ്റെ അതിർത്തിയിൽപ്പെട്ട വാർഡായിരുന്നു. അതിന് രണ്ടാം വാർഡിലെ വികസനമാണ് 2,95,00,000 രൂപയുടെ വികസന പ്രവർത്തനം. ഒരു മെമ്പർക്ക് കിട്ടാവുന്ന ഫണ്ടിൻ്റെ അപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും MLA ഫണ്ടും MP ഫണ്ടും കഴിവിൻ്റെ പരമാവധി പല ഭാഗത്തും പോയിട്ട് മെമ്പർ നിരന്തരം തിരുവനന്തപുരത്തായിട്ടും എല്ലാവരായിട്ടും ബന്ധപ്പെട്ട് MLA-നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള പഞ്ചായത്തിന് വിഹിതത്തിൻ്റെ കൂടുതൽ ഭാഗം ഇങ്ങോട്ട് കൊടുത്ത് ചിലവഴിക്കുന്നത് അത് ഈ മെമ്പർ കഴിവാണ്. ഈ പഞ്ചായത്തിൻ്റെ കഴിവിൻ്റെ പഞ്ചായത്ത് ഫണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം എത്രത്തോളമാണ് പഞ്ചായത്തിന് ഫണ്ട് കിട്ടുകയെന്ന്. അതിനൊക്കെ ഉപരിയായിട്ട് ഇത്രയും ഫണ്ട് ജില്ലാ പഞ്ചായത്തിന്. അതുകൊണ്ട് UDF സംവിധാനത്തിൽ വന്ന UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ UDF സംവിധാനത്തിൽ നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും MLA-ൻ്റെയും MP-ൻ്റെ ഫണ്ടൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതാണ് രണ്ടാം വാർഡിൽ ഇത്ര കൂടുതൽ വികസനം വന്നിട്ടുള്ളത്. ജാബിർ സാഹിബ് ചെയ്ത വികസനം കണ്ടിട്ടാണ് ഞങ്ങൾ ഈ മൂന്നാം വാർഡിലേക്ക് മൂപ്പരെ നിർബന്ധമായിട്ടും കിട്ടണമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുവന്നത്. ഈ വാർഡിൽ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ 24 വാർഡിലുണ്ട്. എല്ലാ ആളുകൾക്കും മൂപ്പരെ കിട്ടണം. കാരണം അദ്ദേഹം ചെയ്ത വികസനം കണ്ടിട്ടാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിയത്. ഈ പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ രണ്ടാം വാർഡിൽ മൂപ്പര് ചെയ്ത ഓരോ വികസനവും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിൽ എണ്ണപ്പെട്ടതാണ് ഒരു 7-8 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക പറഞ്ഞാൽ ചില്ലറ കാര്യങ്ങളല്ല. അതൊക്കെ ഈ രണ്ടാം വാർഡിൽ കണ്ടിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ മൂന്നാം വാർഡിലേക്ക് ഞങ്ങൾക്ക് വികസനങ്ങൾ വന്നിട്ടേ ഇല്ല. ഇനി ഈ മൂന്നാം വാർഡിൽ ഞങ്ങൾക്ക് വികസനം കിട്ടണമെങ്കിൽ പ്രിയങ്കരനായ ജാബിർ സാഹിബ് തന്നെ വേണം. UDF-ൽ ഞങ്ങൾ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ കോണിക്ക് ചെയ്ത് എത്രയും വൻ ഭൂരിപക്ഷത്തിൽ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കും. ജാബറിനെ ഇനി ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ പുകയൂരിന് ഒരു പ്രത്യേകത ഉണ്ട്. അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്തിലെ 5ഓളം വാർഡ് പുകയൂർ ഇതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് വോട്ടർമാർ വളരെ ശ്രദ്ധിക്കുക. പുകയൂരാണ് അബ്ദുറഹ്മാൻ നഗറിൽ ഏറ്റവും കുതിച്ചു നിൽക്കുന്ന പ്രദേശം. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു വിഡിത്തൻ 2 വോട്ട് കോണിക്ക് 1 വോട്ട് ഞങ്ങൾക്ക് കൊടുക്കുന്ന് പറയുന്ന ആ സംഭവം തന്നെ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തില് ഒരു വിവരമില്ലാത്ത ആളുകളല്ല ഞങ്ങൾ ഓരോ വോട്ടർമാരും അവരെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതാ എനിക്ക് പറയാനുള്ളത്. ഒട്ടേറെ വികസനങ്ങളിൽ ഒരുപാട് MP-മാരെ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട്. ഹോമിയോ ഡിസ്പെൻസറി, കൊറ്റാണിൽ കരിപ്പൽമാട് റോഡ്, കൊറ്റാണിൽ ചാന്തർത്തി റോഡ്, അങ്ങനെ ഒരുപാട് വികസനങ്ങൾ MP-മാരും രാജ്യസഭാ MP-ൻ്റെയും മറ്റേ ലോകസഭാ MP-യും MLA ഒക്കെ തന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ ജാബിർ രണ്ടാം വാർഡിൽ ആദ്യം ജയിച്ചു പോയതുകൊണ്ടാണ്
ഇങ്ങനെ MP മാരെ ഫണ്ടും MLA ഫണ്ടും ബ്ലോക്ക് ഫണ്ടും ഒക്കെ കിട്ടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇനിയും ജാബിറിനെ തന്നെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാട് ഫണ്ടുകൾ MLA-യും MP-യും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ, അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിൽ ഫണ്ട് കിട്ടാൻ നമുക്ക് കൊണ്ട് സാധിക്കുമോ, ഏതെല്ലാം പ്രവാസികളടക്കമുള്ള ആളുകൾക്ക് നിരവധി ക്ഷേമ പദ്ധതികൾ, പെൻഷൻ, പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഗൾഫൊക്കെ നിർത്തി വന്നിട്ട് ഇവിടെ ബുദ്ധിമുട്ടി, ഇവിടെ ഒരു തൊഴിൽ സാധ്യതയൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടി നടക്കുന്ന പ്രവാസികൾക്ക് അടക്കം വികസനത്തിനാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. CK ജാബറിനെ ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ഇപ്രാവശ്യം 2ാം വാർഡിൽ നിന്ന് 3ാം വാർഡിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. എല്ലാവർക്കും ഒരു വീട് പോലും സ്ഥാനാർത്ഥിക്ക് അറിയാത്തില്ല. എല്ലാ സ്ഥലത്തും പോയിട്ട് എല്ലാവരും കാണും. ആ 5 വർഷക്കാലയിൽ ഓരോ വീട്, ഒരു സ്ഥലം പോലും അറിയാത്തില്ല. ഓരോ വീട്ടിലെ വ്യക്തികളെ പോലും അറിയില്ല. അവിടെ ജാതി മത ഭേദമില്ല. എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ട് ജാബിർക്ക എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ഓടി വരികയാണ്. കഴിഞ്ഞ 2ാം വാർഡിൽ നടന്ന അതേമാതിരി നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും CK ജാബറിനെ ബഹുഭൂരിഷത്തോടുകൂടി ജയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുകയൂരിന്റെ താരം വന്നേ, 3ാം വാർഡിൻ സാരഥി തന്നെ. ഇനിയും വികസനം തുടരാനായി വോട്ടുകൾ കോണി കേകിടണേ. നമ്മുടെ വാർഡിൻ സ്വന്തം മോന, എല്ലാവരിലും അറിയും മോന. വീടുകൾ തോറും ചെല്ലുന്നോന, വളരെ സഹായവും ചെയ്തോണ. വോട്ടുകൾ കോണി ചിഹ്നത്തിൽ നൽകൂ നാട്ടാരെ. അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്തിലെ 3ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായിട്ട് CK ജാബർ മത്സരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ പല ഘട്ടങ്ങളിലും പഞ്ചായത്തിലും അതുപോലെ തന്നെ മറ്റ് വിളിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്തിൽ വളരെ നേരത്തെ ഗ്രാമപഞ്ചായത്തിൽ തൻ്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി, ജനസേവനത്തിന്റെ ഭാഗമായി അദ്ദേഹം പഞ്ചായത്ത് ഓഫീസിൽ പോവുകയും വളരെ വൈകിയും ഓഫീസിൽ ചെലവഴിക്കുകയും ചെയ്ത അപൂർവം ചില മെമ്പർമാരിൽ ഒരാളാണ് എന്ന് പറയേണ്ടി. എവിടെയാണ് ഒരു വികസനം വരേണ്ടത്, അല്ലെങ്കിൽ ഒരു പദ്ധതി വരേണ്ടത്, പ്രവർത്തനം വരേണ്ടത് എന്ന് അദ്ദേഹം കണ്ടറിഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പാടശേഖരത്തിന് വേണ്ടി പാത്വേ ഉണ്ടാക്കി, ട്രാക്ടർ ഇറങ്ങുന്നതിന് വേണ്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃഷിക്കാർക്ക് മാത്രമല്ല ഈ നാട്ടിലെ ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വലിപ്പ ചെറുപ്പമില്ലാതെ സാധാരണക്കാരന് അല്ലെങ്കിൽ മുതലാളിയോ അല്ലെങ്കിൽ പാവപ്പെട്ടവോ നോക്കാതെ എല്ലാവർക്കും ഒരുപോലെ ജനകീയനായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ഈ വാർഡിന് വേണ്ടി വികസനം നടത്തുവാനും പ്രിയപ്പെട്ട ജാബർ പരിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം 100% ഇവിടുന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. സെന്റ് സ്ഥലം തന്നു. ആ സ്ഥലത്ത് നമ്മൾ അംഗൻവാടി എന്താ പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ സ്ഥലമായി. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ബിൽഡിംഗ് എടുക്കാനുള്ള ഒരു സാങ്ഷൻ കിട്ടണം. അതിന് ഒരു പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അംഗൻവാടി മുടങ്ങി എടുക്കുന്നത്. പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി നീക്കി കഴിഞ്ഞാലും അത് തടസ്സമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ഈ കാലയളവിൽ അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ഇതും ജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ നമ്മൾ 2ാം വാർഡിലും അതുപോലെ ആ തുടർച്ച നമ്മൾ 3ാം വാർഡിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും UDF സംവിധാനത്തിലെ കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മൾ വിജയിപ്പിച്ചയക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.